നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. കാട്ടാനയുടെ ചവിട്ടേറ്റ് വയോധിക കൊല്ലപ്പെട്ട സംഭവത്തിൽ കോതമംഗലം ടൗണിൽ നടത്തിയ പ്രതിഷേധത്തിൽ കോൺഗ്രസ് നേതാവും MLA-യുമായ മാത്യു കുഴൽനാടനെയും എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെയും അറസ്റ്റ് ചെയ്തു. ബലം പ്രയോഗിച്ചാണ് പോലീസ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. പുലർച്ചെ 2:30-ഓടെ കോടതി ഇരുവർക്കും ഇടക്കാല ജാമ്യം അനുവദിച്ചു. കേസ് കോടതി രാവിലെ വീണ്ടും പരിഗണിക്കും. അതേസമയം പോലീസ് നടപടിക്കെതിരെ സംസ്ഥാന വ്യാപക പ്രതിഷേധം ഉണ്ടാകുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ അറിയിച്ചിട്ടുണ്ട്. കാട്ടാനയുടെ ചവിട്ടേറ്റ് വയോധിക കൊല്ലപ്പെട്ട സംഭവത്തിൽ MLA-മാരായ മാത്യു കുഴൽനാടൻ, എൽദോസ് കുന്നംപള്ളി എന്നിവരുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല ഉപവാസം ആരംഭിച്ചിരുന്നു. സമരപ്പന്തലിൽ നിന്നാണ് മാത്യു കുഴൽനാടനെയും മുഹമ്മദ് ഷിയാസിനെയും പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തത്. വയോധികയുടെ മൃതദേഹവുമായി പ്രതിഷേധിച്ച സംഭവത്തിൽ കണ്ടാലറിയാവുന്ന 30 പേർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ആശുപത്രിയിൽ ആക്രമണം, മൃതദേഹത്തോട് അനാദരവ് അടക്കം ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. റോഡ് ഉപരോധിച്ചതിന് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് അടക്കമുള്ളവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. കേസിൽ ഒന്നാം പ്രതി മാത്യു കുഴൽനാടനാണ്. നേര്യമംഗലം കാഞ്ഞിരവേലിയിൽ മുണ്ടോൻ കണ്ടത്തിൽ രാമകൃഷ്ണന്റെ ഭാര്യ ഇന്ദിരയെയാണ് കാട്ടാനയുടെ ചവിട്ടേറ്റ് കൊല്ലപ്പെട്ടത്. റബ്ബർ തോട്ടത്തിൽ കൂവ കൃഷി വിളവെടുക്കുകയായിരുന്നു ഭർത്താവിന് ചായയുമായി പോയപ്പോഴായിരുന്നു ആക്രമണം ഉണ്ടായത്. സംഭവത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വനവകുപ്പിനും സർക്കാരിനുമെതിരെ വൻ പ്രതിഷേധത്തിലാണ് കോതമംഗലം ടൗൺ സാക്ഷ്യം വഹിച്ചത്. ഇന്ദിരയുടെ മൃതദേഹം റോഡിൽ കിടത്തി നാട്ടുകാരും കോൺഗ്രസ് നേതാക്കളും ചേർന്ന് റോഡ് ഉപരോധിച്ചു. തുടർന്ന് സമരപ്പന്തൽ പൊളിച്ചു നീക്കിയ പോലീസ് ബലം പ്രയോഗിച്ച് മൃതദേഹം കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. കാട്ടാന ഇറങ്ങിയ വിവരം വനംവകുപ്പ് മുൻകൂട്ടി അറിയിക്കാത്തതിനാലാണ് ദുരന്തമുണ്ടായതെന്നാണ് ആരോപണം. അതേസമയം മന്ത്രിമാരായ P രാജീവ്, റോഷി അഗസ്റ്റിൻ എന്നിവർ കോതമംഗലം താലൂക്ക് ആശുപത്രിയിലെത്തി ഇന്ദിരയുടെ കുടുംബത്തെ കണ്ടു. നഷ്ടപരിഹാരമായി 10 ലക്ഷം രൂപയുടെ ചെക്ക് കുടുംബാംഗങ്ങൾക്ക് കൈമാറുകയും ചെയ്തു. ഇന്ദിരയുടെ കുടുംബത്തിന് പരമാവധി സഹായം ഉറപ്പാക്കുമെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സാധ്യമായ നടപടികളെല്ലാം സ്വീകരിക്കുമെന്നും മന്ത്രിമാർ അറിയിച്ചിട്ടുമുണ്ടായിരുന്നു. എന്നാൽ ഇതിനെതിരെ ഇന്ദിരയുടെ ബന്ധുക്കൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ബന്ധുക്കൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ലെന്ന് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ദിരയുടെ സഹോദരൻ സുരേഷ് പറഞ്ഞു. തന്റെയും മകനെയും അറിവോടെയാണ് മൃതദേഹം മോർച്ചറിയിൽ നിന്ന് എടുത്തുകൊണ്ടു പോയതെന്ന ഇന്ദിരയുടെ ഭർത്താവ് രാമകൃഷ്ണന്റെ പ്രതികരണത്തിന് പിന്നാലെയാണ് വിശദീകരണം. മൃതദേഹത്തോട് UDF-കാർ അനാദരവ് കാട്ടിയെന്ന് സുരേഷ് നേരത്തെ പറഞ്ഞിരുന്നു. വന്യമൃഗശല്യം നാടിന്റെ പ്രശ്നമാണ്. ഇന്ദിരയുടെ ഭർത്താവും മകനും അനുമതി നൽകിയത് ഇന്നലെ നടന്നതുപോലുള്ള പ്രതിഷേധത്തിനല്ല. പോസ്റ്റ്മോർട്ടം ചെയ്യാതെ മൃതദേഹം ബലമായി കൊണ്ടുപോയതാണ് അനാദരവെന്നും സുരേഷ് കൂട്ടിച്ചേർത്തു. പ്രതിഷേധം രാഷ്ട്രീയ സമരമാക്കിയതിനോട് എതിർപ്പുണ്ടെന്നും സർക്കാർ നൽകിയ ഉറപ്പുകളിൽ വിശ്വാസമുണ്ടെന്നും സുരേഷ് പറഞ്ഞു. മന്ത്രിമാരും ഉദ്യോഗസ്ഥരും നേരിട്ട് വന്നാണ് ഉറപ്പുകൾ നൽകിയത്. ഇന്നലെ നടന്നത് ജനങ്ങളുടെ പ്രതിഷേധമാണെന്നാണ് കരുതിയത്. രാഷ്ട്രീയ സമരമാക്കിയതിനോട് എതിർപ്പുണ്ടെന്നും സുരേഷ് നേരത്തെ പറഞ്ഞിരുന്നു. മരണം വരെ വിറ്റ് കാശുണ്ടാക്കുന്ന രാഷ്ട്രീയമാണ് നമ്മുടേത്. ചിലർ വെട്ടിക്കൊന്നാണെങ്കിൽ ചിലർ മരിച്ച ശരീരമെടുത്ത് റോഡിൽ ഇറങ്ങിക്കൊണ്ടാണ്. കേരളം ഇത്രയും തരംതാണു പോയിക്കൊണ്ടേയിരിക്കുന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവുകളാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. വോട്ടിനും അധികാരത്തിനും പ്രസക്തിക്കും വേണ്ടി കാണിച്ചു കൂട്ടുന്ന വെറും കോപ്രായങ്ങൾ മാത്രം, വെറും രാഷ്ട്രീയ തന്ത്രങ്ങൾ മാത്രം.